ഹലോ, ഞാൻ ജോസ്ന. ഒരു 6-7 മാസത്തെ വിൻ്ററിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ ആഴ്ച മുതലാണ് നമ്മളെല്ലാവരും ജാക്കറ്റ് ഇല്ലാതെ ഒന്ന് പുറത്തിറക്കാൻ തുടങ്ങിയത്. സമ്മർ ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർ സൈക്കിളിലായിരിക്കും കേട്ടോ യാത്ര ചെയ്യുന്നത്. ഈ സൈക്കിൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും വർഷത്തിൽ 3 യൂറോ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ സ്ലോവേനിയയെ പറ്റി ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സമ്മർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും പുറത്തായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ പുറത്താണ്. ഇവിടെ എപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകും. ഇത് നമ്മുടെ സെൻട്രലിലുള്ള ഒരു സ്റ്റേജ് ആട്ടോ. ഈ സ്റ്റേജ് ഇനി ഈ സമ്മർ തീരുന്നവരെ ഇത് ഇവിടെ തന്നെ കാണും. എപ്പോഴും എല്ലാ ആഴ്ചയും ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം, എന്തെങ്കിലും ഫെസ്റ്റിവൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് വിൻ്റർ തുടങ്ങി 1-2 മാസം ആകുമ്പോഴത്തേക്കും ഒന്ന് സമ്മർ ആയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരിക്കും എല്ലാവർക്കും. പക്ഷേ സമ്മറിൽ ചൂട് അത് സഹിക്കാൻ പറ്റാത്ത കേട്ടോ. പക്ഷെ നാട്ടിലെ ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ നിന്നെക്കാട്ടിലും കൂടുതലെങ്കിലും നമുക്ക് ചൂട് നമ്മൾ ഫീൽ ചെയ്യുന്ന ചൂട് ഇവിടെ കൂടുതലാണ്. അത് എനിക്ക് തോന്നിയ ഹ്യൂമിഡിറ്റിയുടെ എന്തോ വേരിയേഷൻ കൊണ്ടാണ്. പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ കുറേ ഓപ്പൺ ആയിട്ടുള്ള കുറേ സൊവനിയർ കടകളും പിന്നെ ഐസ്ക്രീം കടകൾ അതൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ സെൻട്രലുണ്ടാകും. ഈ ഐസ്ക്രീം കടകളൊക്കെ നമുക്ക് വിൻ്റർ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ആകും കേട്ടോ. നമുക്ക് ഒരു കടയിലും സത്യം പറഞ്ഞാൽ ഐസ്ക്രീം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. വിൻ്ററിൽ ഓപ്പൺ ആവുന്നത് മെയിനായിട്ടും പാൻകേക്ക് കടകളും പിന്നെ ചുറോസ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ കടകളായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.